യാത്ര വചന വഴിയെ ഹൃദയമയലുകൾ തേടി വാഗ്ദത്ത നാട്ടിലേക്കൊരു യാത്ര പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. പുറപ്പാടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് യുവജനങ്ങളെ സ്വാധീനിക്കുന്നതിൽ മീഡിയയുടെ പങ്ക് എടുത്തു പറയേണ്ടതില്ലല്ലോ. ഇതേ മീഡിയയിലൂടെ തന്നെ എങ്ങനെ സുവിശേഷവൽക്കരണം സാധിക്കാമെന്ന് നമുക്കിന്ന് ശ്രമിക്കാം. തിന്മയ്ക്കെതിരെ നന്മയിലൂടെ ഇതേ മാധ്യമങ്ങളെ തന്നെ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് ദുബായ് ജീസസ് യൂത്തിലെ ലിറ്ററേച്ചർ ആൻഡ് മീഡിയ മിനിസ്ട്രിയിലെ അംഗങ്ങൾ നമുക്കായി അവരുടെ അനുഭവങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും ഇന്നത്തെ ചർച്ചയിലൂടെ പങ്കുവയ്ക്കുന്നു. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം ഇന്നത്തെ ഈ ചെറിയ ചർച്ചയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. എൻ്റെ പേര് അനീഷ്. ഞാൻ ഇവിടെ ദുബായിൽ ഒരു ഗ്രാഫിക് ഡിസൈനറായിട്ട് കഴിഞ്ഞ 7 വർഷമായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ ദുബായ് ജീസസ് യൂത്തിൻ്റെ ഭാഗമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. അതുപോലെ തന്നെ എൻ്റെ കുടുംബം ഇവിടെയുണ്ട്. നാട്ടിൽ ഞാനൊരു പാലാ രൂപതയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. എൻ്റെ പേര് തോമസ്. ഞാൻ എറണാകുളം സ്വദേശിയാണ്. എറണാകുളം അങ്കമാലി അതിരൂപത കീച്ചേരി ഇടവക അംഗമാണ്. ദുബായ് ജീസസ് യൂത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ ഒരു IT കമ്പനിയിൽ സീനിയർ എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുന്നു. ഫാമിലിയായിട്ട് ഇവിടെ തന്നെ താമസിക്കുന്നു. എൻ്റെ പേര് ജോബി ജോസഫ്. ഞാൻ ഇവിടെ മീഡിയ മിനിസ്ട്രിയുടെ കോർഡിനേറ്ററായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. കാഞ്ഞിരപ്പള്ളി രൂപതയിൽ തുലാപ്പള്ളി ആണ് എൻ്റെ ഇടവക. ഫാമിലിയോടൊപ്പം ഞാൻ ദുബായിൽ 2.5 വർഷമായിട്ട് താമസിക്കുന്നു. ഞാൻ ടെക്നിക്കൽ സപ്പോർട്ടായിട്ട് ദുബായിൽ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. നമ്മളുടെ ഇന്നത്തെ ചർച്ചയുടെ പ്രധാന വിഷയമെന്ന് പറയുന്നത്, നമുക്കറിയാം ഇന്നത്തെ ലോകത്തിൽ നമ്മുടെ ഭക്ഷണം പോലെയോ നമ്മൾ ശ്വസിക്കുന്ന വായു പോലെയോ നമ്മളെ സ്വാധീനിക്കുന്ന നമ്മുടെ ജീവിതമായിട്ട് അനുദിന ജീവിതമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് മീഡിയ എന്ന് പറയുന്നത്. അത് അച്ചടിച്ച മാധ്യമങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആയിരിക്കാം, അങ്ങനെ എന്തുമായിരിക്കാം. പക്ഷേ ഇതൊന്നും ഒഴിച്ച് മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊരു ജീവിതം ഇന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് എങ്ങനെയാണ് നമ്മളുടെ വിശ്വാസ ജീവിതത്തെ സ്വാധീനിക്കുന്നത്? അതുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ വളരാനാണോ നമ്മളിത് സഹായിക്കുന്നത്, അതോ ദൈവത്തിൽ നിന്ന് അകന്നു പോകാനാണോ ഇന്നത്തെ തലമുറയെ, യുവതലമുറയെയും കുട്ടികളെയും എല്ലാവരെയും സഹായിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്യാം. എനിക്ക് തോന്നുന്നത് ഈ ഒരു ആശയം വളരെ നാളുകൾക്ക് മുമ്പ് മനസ്സിലേക്ക് കടന്നു വന്നത് ജോൺ പോൾ II മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ അവസാന നാളുകൾക്ക് തൊട്ടടുത്ത നാളുകളിൽ ഒരിക്കൽ അമേരിക്കയിൽ നിന്നുള്ളൊരു കർദിനാൾ അദ്ദേഹത്തെ കാണുവാനായിട്ട് ചെന്നപ്പോൾ അദ്ദേഹം സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടിയുള്ള കുറേ കാര്യങ്ങളൊക്കെ മാർപ്പാപ്പയായിട്ട് ചർച്ച ചെയ്യുവാനും അതൊക്കെ പറയാനൊക്കെ ആയിട്ടാണ് ചെല്ലുന്നത്. ചെന്ന സമയത്ത് മാർപ്പാപ്പ വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു ചോദ്യം ചോദിച്ചു. വാട്ട് യു ആർ ഗോയിങ് ടു ഡു ടു ഇവാഞ്ചലൈസ് ദ കൾച്ചർ? സംസ്കാരങ്ങളെ സുവിശേഷവൽക്കരിക്കാനായിട്ട് നിങ്ങൾ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് ചോദിച്ചു. അതൊരു കർദിനാളിന് വല്ലാതെ പ്രചോദിപ്പിച്ച ഒരു ചോദ്യമായിരുന്നത്. അത് കേട്ട് കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ജീവിത സംസ്കാരങ്ങളെ സുവിശേഷവൽക്കരിക്കുക എന്നുള്ളതൊരു വലിയൊരു ചലഞ്ച് തന്നെയാണ്. നമ്മുടെ ജീവിത സംസ്കാരങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന, അതിനെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് മീഡിയ എന്ന് പറയുന്നത്, നമ്മുടെ മാധ്യമ സംസ്കാരം. നമുക്കറിയാം ഇന്നത്തെ മീഡിയയിലൂടെ നമ്മളിലേക്ക് കടന്നു വരുന്ന കാര്യങ്ങളുടെ അളവുകൾ, നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും തിരഞ്ഞെടുക്കാൻ പോലും നമുക്ക് സ്വാതന്ത്ര്യമില്ലാത്ത രീതിയിൽ പല കാര്യങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുന്നു. നമ്മൾ ചെറുപ്പക്കാരിലേക്ക് കടന്നു വരുന്നു. അതുപോലെ കുട്ടികൾ പോലും ഇതിൻ്റെ
ഇതിൻ്റെ സ്വാധീന വലയത്തിലാണ്, കൊച്ചുകുട്ടികൾ പോലും. അപ്പോൾ ഈ നമ്മുടെ മാധ്യമ സംസ്കാരത്തെ സുവിശേഷവൽക്കരിക്കാനായിട്ട് യുവജനങ്ങളായ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളിലൂടെ തലമുറകളിലേക്ക് വിശ്വാസത്തിൻ്റെ ആ ഒരു അടിസ്ഥാനം, അതിൻ്റെ ഒരു ബലം കൂട്ടാനായിട്ടുള്ള നമ്മുടെ ഇനീഷ്യേറ്റീവുകൾ, അതിനെയൊക്കെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കാൻ നല്ലതായിരിക്കും തോന്നുന്നു. അനീഷ് പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. ഇപ്പോഴത്തെ ഒരു ആനുകാലിക പ്രസക്തി നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ഈ മീഡിയയും അതുപോലെ തന്നെയുള്ള ഒരു ഇൻഫർമേഷൻ ടെക്നോളജിയുടെയൊക്കെ ഉപയോഗം. തീർച്ചയായിട്ടും നമുക്കിതൊന്നും ഒഴിച്ചുകൂടി. അനീഷ് പറഞ്ഞതുപോലെ തന്നെ ഇതൊന്നും മാറ്റി നിർത്തിക്കൊണ്ടുള്ള മുന്നോട്ടുള്ള ജീവിതം ഈ ഒരു കാലയളവിൽ അസാധ്യം തന്നെയാണ്. പക്ഷേ ഇത് എങ്ങനെയാവണം, എങ്ങനെ ഉപയോഗിക്കേണ്ട എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. തീർച്ചയായിട്ടും സങ്കീർത്തൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വിശുദ്ധ ഗ്രന്ഥത്തിൽ, കർത്താവ് മുകളിൽ നിന്ന് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു, വിവേകത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു എന്ന് വചനം ഇങ്ങനെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും കുഞ്ഞുമക്കളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരിപ്പോൾ ചൂസ് ചെയ്യുന്ന ആ ഒരു മാധ്യമത്തിൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അതിനെ ആർക്ക് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് ചർച്ച ചെയ്ത് പോകാം. എനിക്ക് തോന്നുന്നു, ഞാൻ ഒരു സംഭവം ഓർക്കുകയാണ്. ഒരു സൺഡേ ഷാലോമിൽ എവിടെയോ വന്നൊരു കഥ, ഒരു സംഭവം ഞാനിങ്ങനെ ഓർക്കുകയാണ്. അതിനകത്തൊരു സംഭവം ഇങ്ങനെ ചിത്രീകരിച്ചിട്ടുണ്ട്. ദൈവം ഒരു കുഞ്ഞിന് ഭൂമിയിൽ ജന്മം നൽകുമ്പോൾ ആ കുഞ്ഞിൻ്റെ ജനനത്തെ ഒന്നും എഴുതാത്ത പുസ്തകത്തോടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യരെ നമുക്ക് അതൊരു ഒന്നും എഴുതാത്ത പുസ്തകമാണെന്ന് തോന്നുമെങ്കിൽ കൂടെയും ദൈവം ആ ഒരു പുസ്തകത്തിൽ കുറേ കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ കുഞ്ഞിൻ്റെ ഓരോ ഘട്ടത്തിലെ വളർച്ചയിലും ആ കുഞ്ഞ് വളർന്ന് വലുതായ ഒരു നല്ലൊരു പൗരൻ അല്ലെങ്കിൽ ഒരു സഭയ്ക്കൊരു മുതൽക്കൂട്ടാകുന്നത് വരെ മാതാപിതാക്കൾ, യുവാക്കൾ അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവർക്കും ആ ഒരു പുസ്തകത്തിൽ കുറേ കാര്യങ്ങൾ തെളിയിച്ചു കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ചിട്ട് ഓരോരുത്തരും തങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന്, പ്രത്യേകിച്ചും മാധ്യമം എങ്ങനെ ഉപയോഗിക്കണം അല്ലെങ്കിൽ ടെക്നോളജി എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു വിവേകരഹിതമായ ആ ഒരു ആറ്റിറ്റ്യൂഡ് മൂലം തങ്ങൾക്കും അതുപോലെ തങ്ങൾക്ക് ശേഷം വരുന്ന ഈ ഇളം തലമുറയെ എങ്ങനെ ഗൈഡ് ചെയ്യണമെന്ന് അവർക്കറിയാതെ പോകുന്നു. അങ്ങനെ ഒരു വലിയൊരു മൂല്യശോഷണം നമുക്ക് സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ജാഗ്രതയോടെയുള്ള ഒരു മീഡിയയുള്ള സമീപനം ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ്. എനിക്ക് തോന്നുന്നത് പഴയ കാലഘട്ടങ്ങളിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുട്ടികളിലേക്ക് എന്താണ് കടന്നു വരുന്നത് എന്നുള്ളതിന് പണ്ടൊരു നമുക്കറിയാമായിരുന്നു അല്ലേ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് പത്രം വായിക്കുന്നു, അതിനുശേഷം കൂട്ടുകാരൊക്കെ ആയിട്ട് കൂടിച്ചേർന്ന് കളിക്കും. നമ്മളൊരു അവധി ദിവസം എടുക്കുകയാണെങ്കിൽ വൈകിട്ട് ചിലപ്പോൾ അല്പസമയം TV കാണുമായിരിക്കാം. അങ്ങനെയുള്ള ഒരു ആറ്റ്മോസ്ഫിയറിൽ നിന്നിപ്പോൾ കൂടുതൽ സമയം ഇവർ ചെലവഴിക്കുന്നത് ഈ ഗാഡ്ജറ്റ്സിൻ്റെ കൂടെയാണ്. അതായത് ഈ ഫോണുകളും കമ്പ്യൂട്ടറുകളൊക്കെ വരുന്നതിൻ്റെ കൂടെയാണ്. പക്ഷേ ഇവരുടെ ഒരു വ്യക്തിത്വ വളർച്ച ഇതിനെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. അതായത് പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ ദൈവത്തിലേക്ക് അടുക്കുന്നതിനപ്പുറം ദൈവത്തിൽ നിന്ന് അകന്നു പോകാനുള്ള കാരണങ്ങളുമാണ് കൂടുതലും ഇതിനകത്തുള്ളത്. പക്ഷേ ഇതിനെയൊക്കെ ഒന്ന് ഫിൽട്ടർ ചെയ്തൊന്ന് ശുദ്ധീകരിച്ച് ഇവർക്ക് വളരെ ഉപയോഗപ്രദമായ രീതിയിൽ ഇവരുടെ ഭാവി ജീവിതത്തെ ആത്മീയ അടിത്തറയിൽ വളർത്തി ദൈവവിശ്വാസത്തിൽ വളർത്താനായിട്ടുള്ള കുറേ കാര്യങ്ങളെങ്കിലും ഇവർക്ക് ഇതിലേക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതൊരു ചുമതല എനിക്കൊന്ന് യുവാക്കന്മാരായ നമുക്കും നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ് ആ മേഖലയിൽ ക്രിയാത്മകമായിട്ട് ഇടപെടുക എന്നുള്ളത്. അപ്പം ജോബി ഈ മേഖലയിലൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്കൊന്ന് ജോബിക്ക് അതിലേക്ക് കൂടി കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനായിട്ട് സാധിക്കുമെന്ന് തോന്നുന്നു. യുവത്വം എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം ഒരു വൈബ്രൻ്റ് ആണ്, അതുപോലെ ക്രിയേറ്റീവാണ്. നമ്മുടെ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് യുവാക്കൾ ചെയ്യുന്ന ഓരോ ഇനിഷ്യേറ്റീവും പ്രത്യേകിച്ച് അവരുടെ ഒരു പേഴ്സണൽ ഫോർമേഷനിലേക്ക് അത് എത്തിച്ചേരുകയും അതിലൂടെ തന്നെ അവരതൊരു മിഷനായിട്ട് അവരുടെ ജീവിതത്തിൽ അത് ഏറ്റെടുക്കുകയും ചെയ്യുകയാണ്. നമുക്കറിയാം നമ്മുടെ കത്തോലിക്ക സഭ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവരിലേക്ക് ലോകം മുഴുവൻ സുവിശേഷം എത്തിച്ചു ചേർക്കുക എന്നുള്ളത്. അതിലേക്ക് ഏറ്റവും കൂടുതൽ വേഗത്തിൽ ഓടാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നത് യുവാക്കളാണ്. അതിലേക്ക് തീർച്ചയായിട്ടും ഈ അനീഷൊക്കെ ഗ്രാഫിക് ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ തന്നെ എനിക്കറിയാം നമ്മുടെ ജിസ്യൂത്തിൻ്റെ ദുബായിയുടെ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാം പ്രൊഫഷണൽ ആൾക്കാരാണ്. കാരണം ജോലി മേഖലയിലാണെങ്കിലും അവർ പ്രൊഫഷണലാണ്. അതുപോലെ അവരുടെ ടാലൻറ്റുകൾ നമ്മുടെ ഇതിനു വേണ്ടി നമ്മുടെ വചന പ്രഘോഷത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ കൂടുതൽ യുവാക്കളിലേക്ക് എത്തിച്ചേരുവാനും അതുപോലെ തന്നെ നമ്മുടെ വരുന്ന തലമുറയ്ക്ക് ഒത്തിരി മാതൃകയായി തീരുകയാണ് നമ്മുടെ യുവാക്കന്മാർ ചെയ്യുന്നത്. 90% ആൾക്കാരും ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരും തന്നെ വളരെ പ്രഗത്ഭരായ ആൾക്കാരാണ്. അപ്പം തീർച്ചയായിട്ടും അവരുടെ ഒരു ഇനിഷ്യേറ്റീവ് നമുക്ക് ഈ ഒരു ഓട്ടത്തിന് വേഗത കൂട്ടുവാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ യുവാക്കൾക്ക് ഇഷ്ടമുള്ളതും കുട്ടികൾക്ക് ഇഷ്ടമുള്ളതും ഇപ്പം ഏകദേശം ഒരേ കാര്യങ്ങളായി മാറിയിട്ടുണ്ട്. അത് ഈ ടെക്നോളജി കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പം അതുകൊണ്ട് ദോഷഫലങ്ങളുണ്ട്. കാരണം ഈ പ്രായത്തിൽ കിട്ടേണ്ട കാര്യം തന്നെയാണോ ഇവർക്ക് കിട്ടുന്നത് എന്ന് നമുക്ക് ഉറപ്പില്ല എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളത്. ഈ മീഡിയയിലൂടെയുള്ള വിശുദ്ധീകരണം അല്ലെങ്കിൽ മീഡിയയിലുള്ള ഒരു വ്യക്തിയിലെ വളർച്ചയ്ക്ക് എങ്ങനെയാണ് മീഡിയയിലൂടെയുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നതെന്നുള്ളതിനെ പറ്റി ഒരു ചെറിയൊരു ഉദാഹരണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കുഞ്ഞ് ചെടി നട്ട് വളർത്തിയാൽ അല്ലെങ്കിൽ ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ അത് വളർന്നു വരിക എന്നുള്ളത് അതിനെ എന്താണോ കൊടുക്കുന്നത് അതനുസരിച്ചായിരിക്കും ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ വളരെ പോഷക ഗുണങ്ങൾ ഇതിൻ്റെ വളർച്ചയെ
സ്വാധീനിക്കുന്ന രീതിയിലുള്ള നല്ല കാര്യങ്ങളാണ് ഇതിലേക്ക് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് കൊടുക്കാനായിട്ട് നമ്മളൊരു പൈപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ പൈപ്പിലൂടെയാണ് നമ്മൾ ഈ ജലം ഇതിലേക്ക് ഒഴുക്കുന്നു. അങ്ങനെ നല്ല ജലം ഈ പൈപ്പിലൂടെ ഒഴുക്കി ഈ ചെടിയിലേക്ക് ചെന്ന് വീഴുകയും ഇതൊരു നല്ല ചെടിയായി തീരുകയും നല്ല ചെടി നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യും. നമുക്കൊരു വ്യക്തി ദൈവവിശ്വാസത്തിലും ദൈവത്തിലും അടിയുറച്ച ഒരു ബാല്യമുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരു കുട്ടി വളർന്നു വന്ന് അങ്ങനെ ഒരു കുടുംബം ഉണ്ടായി, ആ കുടുംബം ഒരു സമൂഹമായിട്ട് വളർന്നു വന്ന് അങ്ങനെയാണ് സംസ്കാരത്തിൻ്റെ സുവിശേഷവൽക്കരണം, ഇവാഞ്ചലൈസേഷൻ ഓഫ് കൾച്ചർ എന്ന് പറയുന്നത് നടക്കുന്നത്. പക്ഷേ അതിന് വിഘാതമായി തീരുന്ന രീതിയിലാണ് ഇന്നത്തെ മീഡിയ. ഞാൻ പറഞ്ഞത് ഈ പൈപ്പിനെ നമ്മൾ മീഡിയ ആയിട്ട് കാണുകയാണെങ്കിൽ ഈ പൈപ്പ് ഇന്ന് കൊണ്ടുവരുന്നതെല്ലാം ഇതിനെതിരെ നിൽക്കുന്ന കാര്യങ്ങളാണ്. ഈ കുട്ടിയെ അല്ലെങ്കിൽ ഈ ചെടിക്ക് നല്ല രീതിയിൽ വളരാനായിട്ടുള്ള കാര്യങ്ങളല്ല വരുന്നത്. അപ്പോൾ ഈ പൈപ്പിലേക്ക് കടന്നു വരുന്ന ഈ മലിനമായ സാധനത്തിനെ കുറച്ച് നല്ല സാധനങ്ങൾ അല്ലെങ്കിൽ കുറച്ച് നല്ല ലിക്വിഡ് ആഡ് ചെയ്ത് വിശുദ്ധീകരിച്ച് ആ മലിനതയുടെ സാന്ദ്രത കുറയ്ക്കുക എന്നുള്ള ഒരു ചുമതലയാണ് എനിക്ക് നമ്മുടെ ഇന്ന് വളരെ ഇന്നോവേറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന വളരെ പ്രൊഫഷണലായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുള്ള യുവാക്കന്മാർ ഈ മേഖലയിലേക്ക് കടന്നു വരേണ്ടത് വളരെ അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. എങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല തലമുറയെ, ദൈവവിശ്വാസമുള്ള തലമുറയെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതിനുള്ള ഒരുപാട് ഇനീഷ്യേറ്റീവുകൾ, മൊബൈൽ ആപ്ലിക്കേഷൻസ്, സോഫ്റ്റ്വെയറുകൾ, അങ്ങനെ ഒരുപാട് ഇനീഷ്യേറ്റീവുകൾ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി എനിക്കൊന്ന് ജോബിക്ക് കൂടുതൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും തോന്നുന്നു. തീർച്ചയായിട്ടും നമ്മുടെ GCUത്ത് തന്നെ നമുക്കറിയാം POC ബൈബിള് ഒരു ഉദാഹരണം എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ജീസസിൻ്റെ വലിയൊരു ഇനിഷ്യേറ്റീവാണ് POC ബൈബിൾ. നമുക്കറിയാം പല രാജ്യങ്ങളിലും നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് നമ്മുടെ ബൈബിൾ കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി ഈ POC ബൈബിളിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ GCUത്തിൻ്റെ ഇനിഷ്യേറ്റീവ് നമ്മൾ ചെയ്തു. തീർച്ചയായിട്ടും എല്ലാ ആൾക്കാരുടെ കയ്യിലും ഇപ്പം ആ ഒരു ആപ്ലിക്കേഷൻ ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയില്ല. കാരണം അവരുടെ ഒരു സന്തോഷത്തിന് കാരണമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ മൊബൈലുള്ളത് പോലും. നമുക്കറിയാം. അതുപോലെ തന്നെ GCUത്തിൻ്റെ നമ്മുടെ കെയറോസ് മാഗസിൻ, ആ കെയറോസ് മാഗസിൻ ലോകത്തിലെങ്ങും എത്തിച്ചേരുന്ന ഒരു മാഗസിനാണ്. അപ്പം അങ്ങനെ ഒരു മീഡിയയെ വിശദീകരിക്കാനായിട്ടാണ് നമ്മൾ ഇറക്കിയിരിക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ. അതുപോലെ തന്നെ നമ്മുടെ ദുബായ് GCUത്ത് ചെയ്തിരിക്കുന്നതാണ് തൂലിക എന്ന് പറയുന്ന ആഴ്ചപ്പതിപ്പ്. ഇത് 13 വർഷമായിട്ട് നമ്മൾ ഓരോ ആഴ്ച പോലും മുടക്കാതെ നമ്മൾ ഇറക്കുന്ന ഒരു ആഴ്ചപ്പതിപ്പാണ് തൂലിക. ഇത് നമ്മൾ പള്ളിയുടെ നമ്മുടെ സെൻറ്റ് മേരീസ് ചർച്ചിൻ്റെ കോമ്പൗണ്ടിൽ വെറും 130 കോപ്പി മാത്രമാണ് നമ്മുടെ GCUത്തിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാറ്. പക്ഷേ അത് നമ്മുടെ മീഡിയയിലേക്ക്, നമ്മുടെ വെബിലേക്ക് നമ്മളിത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വിതിൻ 2 days ആയിരങ്ങളിലേക്കാണ് ഈ സാധനം എത്തിച്ചേരുന്നത്, അതിന് വ്യൂവേഴ്സ് നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ മിനിസ്ട്രി നമ്മൾ വളരെ മനോഹരമായിട്ട് ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ നമ്മളൊരു യൂട്യൂബ് വെർഷന് ചെയ്തു. സത്യം പറഞ്ഞാൽ ഈ മീഡിയ മാത്രമേ മീഡിയയിലൂടെ നമുക്ക് മറ്റുള്ളവരിലേക്ക് ഈ സുവിശേഷം എത്തിച്ചേരണമെങ്കിൽ ഇത് മാത്രമേ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്, ഇനിയുള്ള സുവിശേഷവൽക്കരണം നടക്കാൻ പോകുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് മീഡിയയാണ് എന്നുള്ളത്. കാരണം ഈശോ പറയുന്നുണ്ട്, നിങ്ങളെൻ്റെ സുവിശേഷമായി ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോകാനായിട്ട് സാധിക്കും. ഇന്നത്തെ നമുക്കറിയാം, ഇന്നത്തെ ടെക്നോളജിയുടെ ഒരു വളർച്ച നമ്മൾ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തിക്കാനായിട്ട് നമുക്കൊരു ക്ലിക്കിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റെല്ലാ മാധ്യമങ്ങളിലൂടെയും അത് ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നല്ല കാര്യങ്ങൾ വളരെ വേഗത്തിൽ എത്തിക്കാനായിട്ട് അനന്ത സാധ്യതകളാണ് മീഡിയ തുറന്നിട്ടിരിക്കുന്നത്. നമ്മളെപ്പോഴും ഇതിൻ്റെ 2 വശം കൂടി കാണണം. ഒന്ന്, ഇതിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരു വ്യക്തിയിലേക്ക് അമിതമായിട്ട് വന്ന് ചേരുന്നുണ്ട്. അതിനെ തടയിടാനും കൂടെ ആയിട്ടും കൂടെ നമ്മുടെ ഈ ഒരു ഇനിഷ്യേറ്റീവുകൾ വരേണ്ടതായിട്ടുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു കാര്യം ജോബി പറഞ്ഞപ്പോൾ ഓർമ്മയിലേക്ക് വന്നതെന്നാണ്, കഴിഞ്ഞ വേൾഡ് യൂത്ത് ഡേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തിലെ യുവജനങ്ങൾക്കൊരു വലിയ സമ്മാനം തന്നു. ഡൂക്കാറ്റ് എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ. അത് ഞാനത് കിട്ടിയ അന്ന് തന്നെ എൻ്റെ ഫോണിൽ ഞാനത് ഇൻസ്റ്റാൾ ചെയ്തു. അത് വളരെ, അതായത് ഒരു കാത്തലിക് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ളതിനെ വളരെ സിംപ്ലിഫൈ ചെയ്ത് ഒരു കിസ്സുകളുടെ മോഡൽ രീതിയിൽ, അതുപോലെ തന്നെ ക്വസ്റ്റ്യനെയറുകളുടെ രീതിയിൽ ആപ്ലിക്കേഷനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വളരെ ഇൻട്രാക്റ്റീവാണ്. നമ്മുടെ വിരൽത്തുമ്പിൽ നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്ന രീതിയിൽ തന്നെ വന്നിരിക്കുന്നു. അത് നമുക്കറിയാം, യുകാറ്റ് പോലും അതൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ആക്കിയിട്ടില്ല. അങ്ങനെ ഒരു സ്വപ്നം നമുക്ക് ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ? നമ്മളതിനെ സ്വപ്നം കാണുകയാണ്. സഭയുടെ മതബോധന ഗ്രന്ഥം POC ബൈബിൾ പോലെ നമ്മുടെ കയ്യിൽ ഒതുങ്ങാനായിട്ട്, നമുക്ക് റെഫർ ചെയ്യാനായിട്ട് സമയം നമ്മുടെ ഒരു സ്വപ്നമാണായിട്ട് നമ്മളത് ചെയ്തത്. അതൊരു നല്ല കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അത് പറയുന്നത് കേട്ടോ, അങ്ങനെ ചെയ്യാനായിട്ടൊരു പ്ലാൻ ഉണ്ടെന്ന്. വളരെ നല്ല. കാരണം ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം യുവാക്കൾക്ക് വായിക്കാവുന്ന രീതിയിലേക്ക് ചെറുതാക്കി, അദ്ദേഹത്തിൻ്റെ ഒരു സമ്മാനമായിട്ടാണ് ഈ യുകാറ്റ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ അത് ഇപ്പോൾ ഒരു പുസ്തകങ്ങൾ കയ്യിൽ ഉണ്ടായിരിക്കുക, പുസ്തകങ്ങൾ കയ്യിൽ പിടിക്കുക എന്നുള്ളതൊക്കെ ഇന്നത്തെ യുവതലമുറയെ സംബന്ധിച്ചോളം അസൗകര്യമാണ്, അല്ലെങ്കിൽ അവരതിന് അത്രയ്ക്ക് അങ്ങോട്ട് തയ്യാറാകുന്നില്ല. പക്ഷെ അതൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ആകുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് വളരെ പേഴ്സണലായിട്ട് അത് ഉപയോഗിക്കാനും
ഇത് റെഫർ ചെയ്യാനൊക്കെ സാധിക്കും. അങ്ങനെ ക്രിയാത്മക ഇടപെടലുകൾ യൂത്തിൻ്റെ ഇനിഷ്യേറ്റീവുകളിൽ നിന്ന് വരേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിലും കുട്ടികൾ നമുക്കറിയാം ഗെയിമുകളൊക്കെ എനിക്കൊന്ന് തോമസിന് ആ ഭാഗത്ത് കൂടുതലായിട്ട് ഒക്കെ പറയാനായിട്ട് സാധിക്കും. കുട്ടികളുടെ എനിക്ക് തോന്നുന്നു യുവാക്കളെ പോലെ തന്നെ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഭാഗമാണ് വളർന്നു വരുന്ന കുട്ടികൾ. നമ്മൾ അവരുടെ ബാല്യം മുതൽ തന്നെ നല്ല മെസ്സേജുകൾ നല്ല കാര്യങ്ങളിലൂടെ അവരെ ചിന്തിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് സഭ ആഗ്രഹിക്കുന്ന പോലെയുള്ളൊരു നല്ലൊരു വിശ്വാസ സമൂഹത്തെ അവരിലൂടെ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മൾ ഈ പവർ ഇവാഞ്ചലൈസേഷനെ പോലെയുള്ള സ്വപ്നങ്ങൾ കാണുമ്പോൾ നാളത്തെ ഒരു സുവിശേഷവൽക്കരണത്തെക്കുറിച്ച് പ്രത്യേകിച്ചും മാധ്യമ വിശുദ്ധീകരണവും മാധ്യമ സുവിശേഷവൽക്കരണവും എല്ലാം നമ്മൾ സ്വപ്നം കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവരിലേക്ക് പകർന്നു കൊടുക്കേണ്ട കാര്യങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കണം. അനീഷ് പറഞ്ഞ പോലെ തന്നെ ഈ ഗെയിംസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികൾ കളിക്കുന്ന പല ഗെയിമുകളും അതിപ്പോൾ അവരുടെ തന്നെ സ്വയം ഒരു മരണത്തിലേക്ക് ചെന്ന് കലാശിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ വരെ നമ്മൾ പല ഭാഗത്തു നിന്നും കേൾക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ യുവാക്കളുടെ ഭാഗത്തു നിന്ന് വരുന്ന സംരംഭങ്ങൾ പോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കും നല്ല നല്ല മൊബൈൽ ആപ്ലിക്കേഷൻസും കുട്ടികൾ തന്നെ വിശുദ്ധരെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാംസും എല്ലാം ഇന്ന് നമുക്ക് ഓൺലൈനിലൊക്കെ ആയിട്ട് അവൈലബിൾ ആണ്. പക്ഷേ ഇതിലേക്കുള്ള റീച്ച്, അതായത് മാതാപിതാക്കൾ അല്ലെങ്കിൽ കുട്ടികളെ കൈപിടിച്ച് നടത്തേണ്ടവരുടെ റീച്ച് അല്ലെങ്കിൽ അവരിതൊക്കെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും കുട്ടികളുടെ കയ്യിലേക്ക് ഇത് എത്തിപ്പെടാതിരിക്കുന്നത്. നമ്മൾ ഈശോ ഇങ്ങനെ നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്, ഈശോ കുട്ടികളെ എൻ്റെ അടുത്തേക്ക് വരാനായിട്ടാണ് എപ്പോഴും ആവശ്യപ്പെടുക. ഈശോ അത്രത്തോളം കുട്ടികളെ ആഗ്രഹിക്കുന്നുണ്ട്. നാളെ ഒരു നല്ലൊരു വിശ്വാസ അല്ലെങ്കിൽ ഈശോയെ അറിയിക്കുന്നവരായിട്ട് അവർ മാറപ്പെടാനായിട്ട് ഈശോ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവരെ അതിലേക്ക് തിരിച്ചു വിടാനായിട്ട് നമ്മൾ മുതിർന്നവരാണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. ഈ റേഡിയോ ആഞ്ചലസ് പോലെയുള്ള പ്രോഗ്രാംസ്, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്ന കുട്ടികളെ ചിത്രകഥാ രൂപത്തിൽ വിശ്വാസ പ്രമാണങ്ങൾ, സ്വർഗ്ഗസ്നായ പിതാവ് അതുപോലെയുള്ള പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്ന ആപ്ലിക്കേഷൻസും ഉണ്ട്. അതുപോലെ തന്നെ കാറ്റഗിസം, ഇപ്പോൾ എനിക്ക് തോന്നുന്ന കാറ്റഗിസം പോലും CD രൂപത്തിൽ ആനിമേഷൻസ് രൂപത്തിലായി തുടങ്ങി. അപ്പോൾ അതൊക്കെ ഒരു മാറ്റത്തിൻ്റെ ശരിക്കും നല്ല പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ്. കുട്ടികൾ പല സമയത്തും അവർ കാണുന്ന, നമുക്കറിയാം ചില ഫുഡ് ഐറ്റംസിനോടൊക്കെ മക്കൾ വാശി പിടിച്ച് അത് വേണം എന്ന് പറഞ്ഞാൽ അവർ ഇതുവരെ കഴിച്ചിട്ട് പോലും ഇല്ലാത്ത സാധനം വേണമെന്ന് പറഞ്ഞാൽ അവർ വാശി പിടിക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവരിത് എപ്പോഴും കാണുകയാണ്, ഇവരിങ്ങനെ കാണുകയാണ്. അപ്പോൾ അവരെന്തെടുത്താലും, ഫോൺ എടുത്താലും, TV വെച്ചാലും എന്തെടുത്താലും ഇതിൻ്റെ പരസ്യങ്ങളാണ് കാണുന്നത്. ഇവരെ അതിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. പക്ഷേ ഈ ഒരു ആകർഷണം ദൈവത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ, നന്മയുടെ കാര്യങ്ങളിലേക്ക് ഈ ആകർഷണം വരുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇത് കാണുന്നതിൻ്റെ അളവ് വളരെ കുറവാണ്. അത് ഒരാളൊരു ഫോൺ എടുത്ത് നമ്മൾ മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു 100 പോസ്റ്റുകൾ കടന്നു പോകുമ്പോൾ അതിൽ 1-2 ആയിരിക്കും ചിലപ്പോൾ ഒരു ആധ്യാത്മികമായിട്ടുള്ള അല്ലെങ്കിൽ ആത്മീയ നന്മയെക്കുറിച്ചുള്ള ദൈവത്തെക്കുറിച്ചുള്ള പോസ്റ്റുകൾ 1-2 ഉണ്ടാവത്തുള്ളൂ. ആ 100-ൽ 2 എന്നുള്ളത് ഒരു 4-ആയി, 5-ആയി, അതൊരു 10-ആയി. അങ്ങനെയാണ് നമുക്ക് ഇതിനെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് കൂടുതൽ ഫ്രീക്വൻസിയിൽ എത്തിച്ചേരുന്നെന്ന് ഉറപ്പാക്കാനായിട്ടുള്ള ഒരു വിശദീകരിക്കാനായിട്ടുള്ള ഒരു ഇതും കൂടെ വരേണ്ടത്. ഞാൻ എവിടെ കേട്ടൊരു കാര്യം ഇങ്ങനെ ഓർക്കുകയാണ്. ഈ അന്ധകാരത്തിൻ്റെ ശക്തികൾ എപ്പോഴും ചെറിയ ചെറിയ സത്യങ്ങൾ പറഞ്ഞ് നമ്മളെ അവരുടെ ആ ഒരു പ്രലോഭനത്തിൽ അകപ്പെടുത്തും, നമ്മളെ അവരുടേതാക്കും. അതിനുശേഷം അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ അന്ധകാരത്തിൻ്റെ ശക്തികൾ പറയുന്നതെല്ലാം ശരിയാണെന്നുള്ള രീതിയിൽ. അതിനുശേഷം ഇവർ ഈ നിലയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളെ ഗൗരവമേറിയ പാപങ്ങളിൽ നമ്മളെ ആഴ്ത്തി നമ്മളെ വഞ്ചിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അനീഷ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് തിന്മകൾ കാണുന്ന സമയത്ത് ചെറുതായിട്ടെങ്കിലും നമ്മൾ ഗ്രാജുവലി എങ്കിലും നന്മയുടേതായ അംശങ്ങൾ അതിൽ കലർത്തിയ മാധ്യമങ്ങളെ ഒന്ന് വിശദീകരിക്കേണ്ടതായിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ ഇനീഷ്യേറ്റീവ് വളരെ വലുതാണ്. ഞാൻ POC ബൈബിളിൻ്റെ കാര്യം എടുത്തു പറയുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് നമ്മുടെയൊക്കെ സീനിയർ ആയിട്ടുള്ള ചേട്ടന്മാർ POC ബൈബിൾ അന്ന് ചെയ്യുന്ന സമയത്ത് അവർ പോലും സ്വപ്നം കണ്ടു കാണുകയല്ല ഇതിങ്ങനെ ലോകം മുഴുവനുള്ള എല്ലാ മലയാളികളുടെയും അല്ലെങ്കിൽ ഒട്ടുമിക്ക എല്ലാ ക്രിസ്ത്യാനികളുടെയും മൊബൈലിൽ ഇതൊരു ആപ്ലിക്കേഷനായിട്ട് കിടക്കുമെന്ന് അവരൊരിക്കലും സ്വപ്നം കണ്ടിട്ടില്ല. നമ്മളൊക്കെ എടുക്കുന്ന ചെറിയ ചെറിയ ഇനീഷ്യേറ്റീവുകൾ, തൂലിക തന്നെ 13 വർഷമായിട്ട് ഒരാഴ്ച പോലും മുടങ്ങിയിട്ടില്ല എന്ന് ഒരു പ്രവാസ ലോകത്താണ് ഇത് ഇറങ്ങുന്നതെന്ന് ആലോചിക്കണം. അതൊരു ദൈവത്തിൻ്റെ വലിയൊരു ഗ്രേസ് ആണിത്. നമ്മളെടുക്കുന്ന ഇതിനു വേണ്ടി എടുക്കുന്ന ചെറിയൊരു സ്റ്റെപ്പ്, ചെറിയൊരു ഇനിഷ്യേറ്റീവ് പോലും കർത്താവ് ഏറ്റെടുത്ത് വളരെ വലിയ രീതിയിൽ വളർത്തും. അത് പരിശുദ്ധാത്മാവ് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഇനീഷ്യേറ്റീവുകൾ വരാനായിട്ട്. ഇപ്പം നമുക്കറിയാം ഈ IT ഫീൽഡിൽ അതുപോലെ തന്നെ മീഡിയ ഫീൽഡിൽ അങ്ങനെ ക്രിയേറ്റീവായിട്ടുള്ള ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ചെറുപ്പക്കാർ വിചാരിക്കുന്നുണ്ടാവും ദൈവത്തിന് വേണ്ടിയൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, ഇത് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുള്ള മേഖലയാണോ എന്ന് ചോദിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുണ്ട്. പ്രധാനമായിട്ടും ഇത് ഇനിയുള്ള സാധ്യതകൾ നിങ്ങളുടേതാണ്. കാരണം ടെക്നോളജി, മീഡിയ, സയൻസിൻ്റെ വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ കടന്നു വരുന്ന സമയത്ത് നിങ്ങളാണ് ഇതിലേക്ക് കടന്നു വരേണ്ടത്. കർത്താവിനെ കൊടുക്കാനായിട്ട് അപ്പോസ്തലന്മാരെ പോലെ തന്നെ തങ്ങളുടെ ബുദ്ധിയും കഴിവും ചിന്തയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് വരുന്ന തലമുറയെയും ഇപ്പോഴത്തെ ഈ ഒരു ലോകത്തെ നയിക്കാനായിട്ട് ഒരുപാട് ക്രിയാത്മകമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ കുട്ടികളെ തന്നെ ഇതിലേക്ക് കടത്തിവിടുമ്പോൾ നമ്മൾ വിചാരിക്കുക ദൈവത്തിൽ അടിയുറച്ച് വിശ്വാസമുള്ള നല്ല സത്യവിശ്വാസത്തിൽ വളരുന്ന
അങ്ങനെയുള്ളൊരു തലമുറ വളർന്നു വരുമ്പോൾ ക്രിയേറ്റീവ് ലീഡർഷിപ്പ് വളരെ ഇന്നോവേറ്റീവായിട്ട് വരുമ്പോൾ അവർ കർത്താവിനെ പ്രഘോഷിക്കുന്നവരായിട്ട് മാറുകയും അതുപോലെ തന്നെ ലോകത്തിന് തന്നെ മാതൃകയായി തീരുകയും ചെയ്യുന്ന ലീഡേഴ്സ് വളർന്നു വരാനായിട്ട് നമ്മുടെ ഭാവി തലമുറ വളർന്നു വരണം. അത് നമുക്ക് സ്വപ്നം കാണാം. അങ്ങനെയുള്ള വലിയ മാറ്റങ്ങൾ സുവിശേഷവൽക്കരണം ഇനി നടക്കുന്ന അങ്ങനെ വലിയ മേഖലകളിലായിരിക്കണം. അതിനുവേണ്ടി സ്വപ്നം കാണാനായിട്ട് മീഡിയ വളരെ സഹായിക്കപ്പെടും, അല്ലെങ്കിൽ അതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് തോന്നുന്നു. പിന്നെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ കുറച്ചൊരു നിയന്ത്രണം കൊണ്ടുവരുന്നത് നല്ലതാണ് എന്നുള്ളൊരു അഭിപ്രായം കൂടി എനിക്ക് തോന്നുന്നത് തോമസ് ചില സമയങ്ങളിലൊക്കെ പറയാറുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും കുട്ടികളുടെ കാര്യത്തിൽ നിയന്ത്രണം കൊണ്ടുവരണമെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവർക്ക് അവരിലേക്ക് മീഡിയ കൊടുക്കേണ്ട, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാങ്കേതിക വിദ്യ അവർ ഉപയോഗിക്കേണ്ടതെന്നല്ല, മറിച്ച് നമ്മൾ കുട്ടികളെക്കാൾ മുതിർന്നവരായതുകൊണ്ടും നമുക്ക് അവരെക്കാൾ റെസ്പോൺസിബിലിറ്റി കൂടുതലായതുകൊണ്ടും നമ്മൾ കാര്യങ്ങൾ പക്വതയോടെ വിവേകത്തോടെ കാര്യങ്ങൾ തീരുമാനിച്ച് അവരിലേക്ക് എത്തിപ്പെടേണ്ടത് അതാത് പ്രായങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള കടമ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. കാര്യം മീഡിയയിൽ നിന്ന് നമ്മൾ അവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അത് തുടർന്നുള്ള അവരുടെ വളർച്ചയ്ക്ക് തീർച്ചയായിട്ടും അതൊരു പുറകോട്ട് വലിക്കുന്നത് തന്നെയാവും. അതൊരിക്കലും പാടില്ല. അതൊരു അപകടകരമായ സ്ഥിതിയിലേക്ക് മാറ്റപ്പെടും. മറിച്ച് ദൈവവചനമൊക്കെ ആഴത്തിൽ പഠിക്കാവുന്ന രീതിയിലേക്കുള്ള കുറച്ച് തോട്ടുകളെല്ലാം അവരിലേക്ക് കൊടുത്ത് കുട്ടികളുടെ ഇടയിൽ നിന്ന് തന്നെയുള്ള ഇനിഷ്യേറ്റീവുകൾ വർദ്ധിപ്പിച്ച്, എനിക്ക് തോന്നുന്നു രാജ്യങ്ങൾ തമ്മിൽ പോലും കുട്ടികൾ ഒരുപക്ഷെ നാളെ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങും, രാജ്യങ്ങൾ തമ്മിൽ പോലും കുട്ടികൾ അവരവരുടെ ആ ഒരു വിശ്വാസം പരസ്പരം പങ്കുവയ്ക്കുന്ന ഒരു കൾച്ചർ ഷെയറിങ്ങിലേക്കൊക്കെ മാറിയാൽ മാത്രമാണ് നല്ലൊരു ഭാവിക്ക്, അങ്ങനെ മാറുന്ന ഒരു സിറ്റുവേഷനിൽ നല്ലൊരു ഭാവി നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു പ്രത്യാശ വെക്കാം. കുട്ടികൾ ആ രീതിയിലേക്ക് വരുമെന്നുള്ളത് എനിക്ക് തോന്നുന്നു കുട്ടികളെ കൂടുതൽ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടും. കുട്ടികളെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് ചെറുപ്പത്തിൽ തന്നെ വിശുദ്ധരുടെ ജീവിതങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കുട്ടികളെ പങ്കെടുപ്പിച്ച് അതിനുള്ള സാധ്യതകൾ അവർക്ക് കൊടുത്താൽ അവർ പ്രവൃത്തിയിലൂടെ ഇത് പരിചയപ്പെടുകയും അങ്ങനെ അവരിതിൽ ഒരു ആഴമുള്ളവരായിട്ട് വളരുകയും ചെയ്യും. മാതാപിതാക്കന്മാരും അതുപോലെ തന്നെ അധ്യാപകരും നമ്മൾ യൂത്തും നമ്മളും നമ്മുടെ താഴെയുള്ള ടീൻസിലുള്ള അല്ലെങ്കിൽ കുട്ടികളായിട്ടുള്ളവരുടെ കാര്യങ്ങൾ ഇടപെടുമ്പോൾ അവർക്ക് കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് കൊടുത്താണ് അവരെ ഇതിലേക്ക് വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്. കാരണം മീഡിയ ആക്ടിവിറ്റീസിലൊക്കെ ആണെങ്കിൽ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ച ഒരു 17ാമത്തെ വയസ്സിൽ മരിച്ചുപോയ ഒരു ചെറുപ്പക്കാരുണ്ട്, കാർലോ അക്വിറ്റീസ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ 17ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. 7ാമത്തെ വയസ്സിൽ ദിവ്യകാരുണ്യം സ്വീകരിച്ചതിന് ശേഷം ഒരു ദിവസം പോലും ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നത് മുടക്കിയിട്ടില്ല. പക്ഷേ ആ കുട്ടി, ആ മകൻ ടെക്നോളജിയിൽ കമ്പ്യൂട്ടറിലും അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ വളരെ പാഷനേറ്റ് ആയിരുന്നു. ആ കാര്യത്തിലേക്ക് അവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അവൻ ചെയ്തൊരു വലിയൊരു കാര്യമുണ്ട്. ലോകത്തിലെ എല്ലാ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളും അതുപോലെ തന്നെ മാതാവിൻ്റെ ദർശനങ്ങളും കന്യാമാതാവിൻ്റെ ദർശനങ്ങളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വെബ്സൈറ്റ് തുടങ്ങി. ആ വെബ്സൈറ്റ് തുടങ്ങി അതുപോലെ തന്നെ അവന് വളരെ സങ്കടകരമായ, അവൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യങ്ങളായിരുന്നു, ദൈവം മനുഷ്യന് നൽകിയ കഴിവുകൾ ദൈവത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് അവനെ എന്നും ഒരു ദുഃഖമായിരുന്നു. പക്ഷേ 17ാമത്തെ വയസ്സിൽ ആ മകനെ ദൈവം ഈ ലോകത്ത് നിന്ന് വിളിച്ചു. എനിക്ക് തോന്നുന്നു ആ മകനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കാനുള്ള നാമകരണ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ എത്തിച്ചേരണം. അതുപോലെയുള്ള ഇൻസ്പിറേഷനാണ് നമുക്ക് ആവശ്യം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മീഡിയയിലൂടെ പ്രഘോഷിക്കപ്പെടുകയും അതുപോലെ തന്നെ ഇതൊന്നും ആർക്കും അപ്രാപ്യമായിട്ടുള്ളൊരു കാര്യമല്ല, പണ്ടങ്ങോ പറഞ്ഞു കേട്ട കഥയല്ല. ഇന്നത്തെ ഈ മൊബൈലിൻ്റെ യുഗത്തിലും ഈ 4G 3G നെറ്റ്വർക്ക് വിപ്ലവങ്ങളുടെ യുഗത്തിലും ഈ നന്മയുടെ കാര്യങ്ങൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട് എന്നുള്ളത് കുട്ടികൾ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ യുവാക്കന്മാരുടെ പ്രവർത്തനങ്ങൾ അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. മാതാപിതാക്കന്മാരുടെ ശ്രദ്ധ അതിലേക്ക് തന്നെ വരണം എന്ന് അത് വളരെ നന്നായിരിക്കും തോന്നുന്നു. നമുക്കറിഞ്ഞുകൂടാ 10 വർഷങ്ങൾക്ക് ശേഷം, പണ്ടൊക്കെ 15 വർഷം കൊണ്ട് സംഭവിച്ചുകൊണ്ടിരുന്ന മാറ്റം ഇപ്പോൾ 5 വർഷം കൊണ്ട് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കറിഞ്ഞുകൂടാ ഒരു 10 അല്ലെങ്കിൽ 15 വർഷങ്ങൾക്ക് ശേഷം ഏത് രീതിയിലാണ് ഈ വരുന്ന തലമുറ അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികളായിരിക്കും തലമുറ ഈ ടെക്നോളജി ഉപയോഗിക്കുന്നതെന്ന്, അവരുടെ ജീവിതത്തിൽ ഇത് എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഈ മേഖലയിൽ സുവിശേഷവൽക്കരണ പ്രക്രിയ ആയാലും ലോകത്തിലെ നന്മയുടെ പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് വരുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായാലും ആരായിരുന്നാലും നമ്മൾ ഈ മേഖലയിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെ വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമുള്ളൊരു മേഖലയായിട്ട് കാണാതെ ഇത് വളരെ ഗൗരവപരമായിട്ട് കർത്താവിൻ്റെ സുവിശേഷം പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ വിവേകവും ജ്ഞാനവും എല്ലാവരിലേക്കും പകർന്നു കൊടുക്കുന്ന ഒരു മേഖലയായിട്ട് ഇതിനെ മാറ്റണം. മാതാപിതാക്കളൊക്കെ ആണെങ്കിലും കുട്ടികൾ ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഇവരുടെ ഇൻ്റലിജൻസിനെ വളരെ നന്നായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യും. അവർ ഉപയോഗിച്ചോട്ടെ എന്ന് വിചാരിക്കുന്നതിന് അപ്പുറത്തായിട്ട് ഒരു ഇൻ്റലിജൻസിനപ്പുറത്ത് ലോകത്തിൽ നന്മ ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാനുള്ള എൻ്റെ കഴിവുകൾ എന്തിനു വേണ്ടി ഉപയോഗിക്കണമെന്ന് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്ന രീതിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വിസ്ഡം, ഒരു ജ്ഞാനം അത് ലഭിക്കുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങളെയൊക്കെ ഒന്ന് ഗൈഡ് ചെയ്ത് പോകണം. അത് ചെറുപ്പക്കാരും യുവാക്കന്മാരും കുട്ടികളും എല്ലാവരും ഈ രീതിയിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആരോഗ്യമുള്ള നല്ല വിശ്വാസത്തിൽ അടിയുറച്ച നല്ല ഒരു തലമുറയെ സഭയ്ക്ക് ഇനി വരുന്ന കാലങ്ങളിൽ നേടിയെടുക്കുവാനും
അനേകരിലേക്ക് സുവിശേഷത്തെ ക്രിസ്തുവിനെ നൽകുവാനായിട്ട് അത്യധികം തീക്ഷ്ണതയോട് ഓടുന്ന തങ്ങളുടെ കഴിവും ചിന്തയും ബുദ്ധിയും ക്രിയേറ്റിവിറ്റിയും ഈ ടെക്നോളജിയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ കർത്താവിനെ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തിക്കാനായിട്ട് പണിയെടുക്കുന്ന നല്ലൊരു തലമുറയെ സൃഷ്ടിച്ചെടുക്കാനായിട്ട് ഈ ടെക്നോളജി ഉപയോഗിക്കപ്പെടണം. അതിനു വേണ്ടിയിട്ടുള്ള അധ്വാനങ്ങളും അതിനുവേണ്ടി കൂടുതൽ സമയവും കാര്യങ്ങളൊക്കെ ചെലവഴിക്കുന്ന ഒരു പറ്റം യുവാക്കൾ വളർന്നു വരേണ്ട ഒരു ആവശ്യമുണ്ട്. അതിലേക്കൊക്കെ ആയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയൊക്കെ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോടും പറയാനുള്ളത്, ഇതിലേക്കൊക്കെ ഒരുപാട് പേര് കടന്നു വരാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ ഇതിലേക്ക് കടന്നു വരാനായിട്ട് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിൽ ഈ മേഖലകളൊക്കെ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണം. ഇതിലേക്ക് അനേകം മക്കൾ കടന്നു വരട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം ഈ മേഖലയിലേക്ക് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് നന്ദി. മീഡിയയിലൂടെ സുവിശേഷവൽക്കരണം എന്ന മാർപ്പാപ്പയുടെ ആഹ്വാനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്കും മാധ്യമ സുവിശേഷത്തിൽ പങ്കാളികളാകാം. വീണ്ടും പുറപ്പാടിൻ്റെ അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നതുവരെ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. പുറപ്പാട്.UAE@gmail.com